മുച്ചിരിയുടെ പാപ്പ വേണ്ട പാപ്പേ പാപ്പേ മുച്ചിരിയുടെ അച്ഛൻ ഞാനാണ്. ഇവൻ ഏതാണിത്? ഹലോ, മുച്ചിരിയുടെ അച്ഛനാണോ? മുച്ചിരിന്റെ വാപ്പയാണ്. ഞാന് ഇന്നലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമെന്ന് ഞാൻ ഓനോട് പറഞ്ഞതാണ്. ഓനോട് എയർപോർട്ടിലേക്ക് വരാനും പറഞ്ഞു. ഞാൻ ഓടുക്കാൻ പോയത് അറിയില്ല. ഇപ്പൊ സെറ്റാക്കി തരാം. പെണ്ണുങ്ങളൊപ്പം നടക്കണെന്ന് വെച്ചറിയോ? ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. സാത്താനാ കുറച്ച് കാശിന്റെ കുറച്ച് ഡീലിങ്സ് ഉണ്ട്. സാത്താനൊന്നുമല്ലത്, ഓത്തു ഷാജാനോ? സ്ട്രൈറ്റ് കാര്യങ്ങൾ അല്ലേ? അല്ലേ ആണല്ലേ? എടാ ഇത് മുച്ചിരിയുടെ അച്ഛൻ. മുച്ചിരിയുടെ അച്ഛൻ. ഓക്കെ ഓക്കെ. ഇതാരൊക്കെയാണ്? എന്റെ കുടുംബത്തിലേക്കാണ് ഇപ്പൊ മുച്ചിരി വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ആ കുടുംബത്തിന്റെ നാഥൻ പരുന്തു വാസു. ഞാൻ സഹനാഥൻ ചന്ദ്രൻ. എയർപോർട്ട് ഞാൻ പറയട്ടെ, തോക്കിന്റെ ഉള്ളിൽ കയറല്ലേ? ഞാൻ പറയട്ടെ നിക്ക്. ഞാൻ മുച്ചിയുടെ തന്തയുടെ നോക്കില്ല, ചവിട്ടി മുതലിൽ കയറ്റും. അങ്ങനെ പറയരുത്. ഇല്ല തമാശ പറഞ്ഞു. പിന്നെ ഞാന് 5 കൊല്ലായിട്ട് ഗൾഫിലേ. ഓ, ഞാൻ ഇന്നലെ വരുന്നു അവനോട് ഞാൻ പറഞ്ഞതാണ്. എയർപോർട്ടിൽ വന്നിറങ്ങും ഞാൻ പറഞ്ഞു. അതിന്റെ ഗുണം മോനുണ്ട്, അത് പറയണല്ലോ ആദ്യമേ. ഞാൻ പറഞ്ഞതാ. അവനത്തൊക്കെ ജീവനോടെ ഉണ്ടാവുന്നില്ലേ? ഓനോട് ചോദിക്കണം. ഞാൻ ഇന്നലെ എയർപോർട്ടിലേക്ക് വന്നപ്പോ ഓനോട് ഞാൻ വരാൻ പറഞ്ഞതാണ് എയർപോർട്ടിക്ക്. ഓൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതിൽ കൂടെ തെണ്ടി നടന്നിട്ട് അന്വേഷിച്ചപ്പോ പറഞ്ഞ് ഓൻ ഇവിടെ ഏതോ ടിവിയിലെ ഏതോ ഒരു കുടുംബത്തിലുണ്ട് പറഞ്ഞു. ബാക്കി ഓനോടെ കള്ള ലക്ഷണം ഓനിവിടെ ഇല്ല. ഓനെ നോക്കിയാലും ഒരു 100 കോടി ചെലവായി. ഓനെ ഞങ്ങള് തന്നെ കണ്ടിട്ട് 1 മാസമായി. ഒരു കുടുംബത്തിന്റെ ഗ്രാനാഥൻ എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ നടക്കുമ്പോ ഓന്റെ ഉത്തരവാദി നിങ്ങളല്ലേ? മോന്റെ കോണവാധികാരം കാരണം ഈ സിറ്റിക്കകത്തെ കേറാൻ പറ്റാത്ത അവസ്ഥയില്ല. വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം. ഇതുപോലൊരു ഉണ്ണച്ചർക്കന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായ? നിന്റെ മാനെ അങ്ങനെയൊന്നും പറയില്ല. ഓ ഇല്ല അവന്റെ കൂടെ 5 വർഷമായിട്ട് പുറത്താന്നല്ലേ പറഞ്ഞത്. വല്ലപ്പോഴും നാട്ടിൽ വരണമായിരുന്നു. അവൻ എങ്ങനെ പിഴച്ചു പോയെന്ന് നിങ്ങൾ ഒരു 10 മിനിറ്റ് അവന്റെ കൂടെ നിന്നാ നിങ്ങക്ക് മനസ്സിലാവും. ഓനെ തച്ച് ഞാൻ കൊല്ലും. ഇന്നലെ എയർപോർട്ട് വന്നിട്ട് നേരെ തെണ്ടി എടുക്കാതെ കൂടെ അച്ഛനാണോ? ഉറപ്പാണോ? സത്യമല്ലേ? കാർണേജ് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ? 100 കോടിക്കുള്ള മുതലൊന്നും അല്ല. അവൻ ആദ്യം മോട്ടിച്ചത് 200 കോടിയാണ്, അറിയാവോ? ഈ സിറ്റിയിലെ ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്ന് 200 കോടി മോട്ടിച്ചാണ് അവൻ ഈ സിറ്റി വന്നത് പോലും. 200 കോടി ഞാൻ എന്റെ എന്റെ ലൈഫിൽ കണ്ടില്ല അവന്റെ അച്ഛൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി നിങ്ങളാണ്. ഞാൻ കുടുംബത്തെടുക്കുന്നതിന് മുമ്പാണ് അവൻ അത് ചെയ്തത്. മനസ്സിലായ? ഞാൻ കുടുംബത്തിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പാണ് അത് ചെയ്തത്. അവൻ ഈ കണ്ണം തിരിവ് കാണിച്ച് ഒരു കൊച്ചി ഇറക്കന്റെ ജീവിതം ഇല്ലാണ്ടായി പോണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവനെ എന്റെ കൂടെ ഒരു സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന് നോക്കി വളർത്തി നന്നാക്കാന്ന് വിചാരിച്ച് ഏറ്റെടുത്ത് എന്റെ അടുത്ത് തന്നെ വാപ്പ ഇത് പറയണം. എനിക്ക് വാപ്പാന്ന് വിളിക്കാൻ ഒരാളില്ലാതായി പോയി. എന്നിട്ടും 5 കൊല്ലം മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോ അവനോട് ഞാൻ പറഞ്ഞതാണ്, മാനിയും കുട്ടീനെയും നോക്കണം, ഞാൻ പോവുകയാണ്, അന്റെ കജ്ജിലാണ് ഓനോട് ഞാൻ പറഞ്ഞതാ. ആടാളെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു ഓനോട്. ഓനാ ആടാളെ നോക്കാതെയാണ് ഇങ്ങോട്ട് പോന്നെ പാഞ്ഞ്. ആടുകളെ അവനെ ഉമ്മാനെ ഓൾഡേജ് ഹോമിലും നിങ്ങളുടെ മോനെ ആരാടെ? അല്ല നിങ്ങളുടെ മോനെ അവന്റെ ഉമ്മാനെ ഓൾഡേജ് ഹോമിലാക്കി കൂടെ ഉള്ളവനെ കക്കാനും കൊണ്ടുപോയിരുന്നു കൂടെ. ഇവരെന്താ വാൾപേപ്പർ ഉണ്ടാക്കണായിരുന്നു?
5 കൊല്ലം മുമ്പാണ് ഞാൻ പോയത്. ആലോചിച്ച് നോക്ക്. ഓൻ എനക്കില്ലേ ഓൻ എനിക്ക് 4ാമത്തെ വയസ്സിൽ തീട്ടപ്പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നിങ്ങള് ബാക്കില് ഒരാള് നിക്കണണ്ടാ വാപ്പാ പറഞ്ഞോ വാപ്പ. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. വാപ്പാക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. നിങ്ങളുടെ മോനെ നമ്മൾ ശരിയാക്കി റെഡിയാക്കി വാപ്പ വാപ്പയുടെ മോൻ ഏകദേശം ഇനിയും വരാൻ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം എടുക്കും. ഓടുക്കാൻ പോയത് ഓടുക്കാൻ അവനെ പറഞ്ഞേ. ഓടത്തല്ല ഓടുത്ത് ഞാൻ പറഞ്ഞയച്ചല്ല, സിറ്റി കയറാൻ പറ്റത്തില്ല അവന്റെ പോക്കൃത്തരം കാരണം. അവന് ഇവിടെ വാ തുറന്ന നാട്ടുകാരെ എല്ലാം തെറിയൊക്കെ വിളിച്ച് ഇവിടെ സിറ്റിക്കകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. അവന് ഇവിടുന്ന് കാപ്പ കൽപ്പിച്ച് അവനെ ഇവിടെ കൊണ്ടുപോയി. അങ്ങനെ എന്തോ ഒരു സാധനം ഇല്ലേ? 20 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. ഈ ചങ്ങായി ബാക്ക് കുത്തുന്നത് പറയണേ. ഒരു 5 കൊല്ലം കൊണ്ട് എന്റെ മകനായ കോലാപ്പ്. വാപ്പാക്ക് എന്റെ നമ്പർ തരാം. വാപ്പാക്ക് എന്റെ നമ്പർ തന്നിട്ടുണ്ട്. വാപ്പ നമ്പർ സേവ് ചെയ്ത് 3333 ഓർത്തിരിക്കാന്നുള്ള സേവ് ഒന്നും ചെയ്യണ്ട. വാപ്പ വിളിച്ചോ, ഞാൻ ചെറുക്കം വന്ന അപ്പൊ തന്നെ ഇത് ചെയ്യാം. ഇത് സാത്താൻ, ഇത് സത്യം പറയല്ല, ഇത് ഈ മറ്റേ ഈ കുടുംബനാഥം ഒന്ന് വന്നാണ് ഒരു കാര്യം പറയണം. അപ്പൊ ഓക്കെ ഞാൻ ഉടനെ വന്ന ഉടനെ അറിയിക്കാം. മോൻ വന്ന ഉടനെ ഞാൻ അറിയിക്കാം. ഓനെ എന്റെ കജ്ജ് കിട്ടിയാ ഞാൻ കൊല്ലും. ഓനോട് ഒന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും. ഇന്ന് നേരം വരെ അണ്ണാ ഞാൻ പോണേ പറയാൻ ഇല്ല നമ്മളെ ലൈസൻസ് തന്നെ പനി കൊണ്ട്. കുട്ടി എന്തിനായിരുന്നു വിളിച്ചത്? അല്ല ഞാൻ പോട്ടെന്ന്. പോയിട്ടോ കുട്ടി, വിഷമിക്കരുത് കേട്ടോ. വിഷമിക്കണ്ട. അവനൊന്ന് ഗ്യാപ്പ് മാറാൻ അവന് ടൈം ചിലപ്പോ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പോയി. പോട്ടെ. എന്തെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട റാഷിക്ക്. ശരി പോയിട്ടോ. ഇരി അടുത്തുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ നേരെ എത്തിക്കണമെന്നാ. എടാ ഇത് കഴിഞ്ഞിട്ട് വേണം ഓടിച്ച് പാലക്കാട് പോവാൻ എനിക്ക്, മനസ്സിലായ? എടാ നീ അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. അല്ലല്ല നീ അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും പാട്ട് വല്ലതും കേൾക്കുവോ, അങ്ങനെ സിനിമ വല്ലതും കാണുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സമയം പോട്ടെ. അത് വേറെ ഒന്നും ചെയ്യുന്നു നമ്മൾ അങ്ങനെ അതോർത്ത് ഇങ്ങനെ ഇരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ദൈവമേ, ഈ സിറ്റിയിലെ എല്ലാ കുടുംബ വഴക്കുകളും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റണേ. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്.